ഞങ്ങള് ഫാമിലി ആയിട്ട് ആനച്ചവിടി തപ്പിയായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. ഡാഡി ബൈ. പോകാം. എന്തെങ്കിലും കാണാനുണ്ടോ? ചക്ക. ഇവിടെ ആനച്ചവിടിയൊന്നും ഇല്ല ഗൈസ്. എക്സ്പ്രസ് ഞങ്ങൾ മൊത്തത്തിൽ പരതാണ് ഗൈസ്. ആനച്ചവിടി ഗൈസ്. ഡാഡി ഗോട്ട് വൺ. എവിടെ? ആനച്ചവിടി കിട്ടി. അധികം നടക്കേണ്ടി വന്നില്ല ഗൈസ്. നമുക്ക് ആനച്ചവിടി കിട്ടി. ശരി, കൗണ്ടർ അടിക്കുക ഗൈസ്. ഡാഡി, ആനച്ചവടിയുടെ പ്രത്യേകതകൾ എന്താ? അല്ല, ഡാഡിയോട് ഗുണങ്ങൾ പറയൂ. ഇതിന്റെ സവിശേഷ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പൊടി ചതവ് ഇതിനൊക്കെ നല്ല അരച്ച് വെള്ളം ചേർക്കാതെ അരച്ച് വെണ്ണ പോലെ അരയ്ക്കുക. എന്നിട്ട് മിക്സിയിലൊന്നും അടിക്കാൻ പാടില്ല. മിക്സിയിലടിക്കാൻ പാടില്ല. വെള്ളം തൊടാൻ പാടില്ല. എന്നൊക്കെ ഇതിന് ആനച്ചൊടി പറയും, ആനച്ചവിട്ടി എന്ന് പറയും. എൽസമ്മയല്ല, എലിഫന്റ് ഹൗസ് എന്തോ എന്തോ ആണ് അതിന്റെ പേര് ഇംഗ്ലീഷിൽ. കൈ നിറയെ ആനച്ചോടികളുമായി വീട്ടിൽ പോയി നമുക്ക് അരച്ച് കഴിക്കാം. വർണ്ണങ്ങളായി നീ പടര് വാനില ചെടിയേ, വാനില ചെടിയേ. ഡാഡിക്ക് ഇഞ്ചി ചായ, എനിക്ക് സാധാ ചായ, കോഫി. അപ്പൊ ഞങ്ങള് ഒന്ന് ചായ കുടിക്കട്ടെ. കാട്ടിലൊക്കെ പോയി പറിച്ചിട്ട് ഞങ്ങൾ ഭയങ്കര ക്ഷീണത്തിലാണുള്ളത്. ചായ കടുപ്പം കൂട്ടി മധുരം കുറച്ച്. അമ്പലാണ് ഗൈസ്. ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് ആനച്ചോടി തേച്ചരച്ച്. വളമായി ഞാൻ മാറി
പ്രോസസ് നമ്പർ 3 അരയ്ക്കൽ. ഓക്കെ ഡാഡി, ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ പോയിട്ട് അമ്മിയുടെ മുകളിൽ വെച്ചിട്ട് അരയ്ക്കാണ് അടുത്ത പരിപാടി. വെള്ളം ഒന്ന് വലിഞ്ഞാൽ പോയി. ആനച്ചോടി എന്ന് പറയും, ചിലവർ ആനച്ചവിട്ടി എന്ന് പറയും. എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ ഗൈസ്, സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ഞങ്ങൾ ആനച്ചോടി അരച്ചിട്ട് വരാം. ഞങ്ങൾ ആനച്ചോടി അരയ്ക്കാൻ പോകണം. പ്രോസസ് നമ്പർ 3. നോക്കട്ടെ. കാലൊന്നും വളച്ചേക്കല്ല, സംഭവം വളയില്ല സാധനം. ഒരു മിനിറ്റിന്റെ എന്ത് പകിടാണ് ഉള്ളിലെല്ലാം ഇഞ്ചറി. ഉള്ളില് ഇല്ല വെച്ച് അതിന്റെ പുറത്ത് പച്ച മരുന്ന് വെച്ചിട്ട് അല്ല പച്ചല തേച്ചിട്ട് എന്ത് കാര്യം? ഈ അലോപ്പതി ഉള്ളി എന്റെ കണ്ണിൽ കണ്ടത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ. അവര് 2 പച്ചല തേച്ചോണ്ട് ഉള്ളത്തെ എല്ല് ചതഞ്ഞ ഇതെങ്ങാനും മാറിയ ഞാൻ ഡെയിലി അലോപ്പതിന്റെ ഗുളികയ്ക്കുണ്ട്. അലോപ്പതിയിലൊന്നും ഒരു കാര്യമില്ല. താങ്കൾക്ക് എന്താണ് ഈ നിമിഷത്തിൽ പങ്കുവെക്കാനുള്ളത്? എനിക്ക് ഇങ്ങനത്തേലൊന്നും തീരെ വിശ്വാസമില്ല. അതുകൊണ്ട് ഇത് നേരിട്ട് കാണാണ്ട് ഞാനിത് വിശ്വസിക്കില്ല. ഇത് തേച്ചിട്ട് മാറിയെങ്കിൽ ഞാനിനി ഫുൾ ടൈം പച്ചമരുന്നിനൊരു അടിമയായിരിക്കും. പനി വന്നപ്പോൾ ഞാൻ പച്ചമരുന്ന് ഇലയ്ക്ക് അരച്ച് കുടിക്കും. ഇത് സത്യമോ? അത് ശരിയോ? ഇത് കൊള്ളാലോ, ട്രെൻഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, പച്ചമരുന്നുകൾ ഞങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നു. ആനച്ചുവടി ഇത് ആനപ്പിണ്ടങ്ങൾക്ക് ഉണ്ട് കേട്ടാ. കട്ട് എൻ്റെ ഈ ആംഗിള് രസമില്ല. അപ്പൊ ഗൈസ്, പുതിയൊരു കാലം പൊളിച്ചു പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരേക്കും സബ്സ്ക്രൈബേഴ്സിനോട് ബൈ പറയും. ആകെ 2 ആൾക്കാരാണ് ഗൈസ്, എല്ലാരും കാണും. 2 ഫ്രണ്ട്സ്. എനിക്കിപ്പോ 54 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇന്ന് 2 ആൾ വന്നു. എന്റെ ആരെങ്കിലും പണ്ട് ഇടാൻ മറന്നു. ഡാഡി ബൈ പറയൂ. സപ്പുവിന്റെ ഓഫീസിൽ എല്ലാരോടും ബൈ. ഓക്കെ ഗൈസ്, ബൈ. ഇതിന്റെ റിസൾട്ട് പറയാം.